പ്രിയമുള്ളവരെ, നമസ്കാരമുണ്ട്. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. നിലമ്പൂർ കൊട്ടാരം പുതുവാദിയാർമഠം കൊട്ടാരത്തിൽ നിന്നാണ്. ഞാനിന്ന് പറയാൻ പോകുന്നത്, ഞാൻ ഈ വരുന്ന ഇലക്ഷന് വയനാട് മണ്ഡലത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എനിക്ക് വലിയ താല്പര്യമുള്ള വിഷയമല്ല. എന്നിരുന്നാലും നിലമ്പൂർ സ്നേഹാലയം എന്ന കൊച്ചു ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി സാധുക്കൾക്ക് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു കൂട്ടായ്മയാണ് നിലമ്പൂർ ചാരിറ്റി പ്രസ്ഥാനം. അപ്പോൾ അതിൽ ചില സുമനസ്സുകളുടെ നിർദ്ദേശവും അഭിപ്രായവുമാണ് ഇങ്ങനെയൊരു ഇലക്ഷന് സ്ഥാനാർത്ഥിയാവുക എന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഏതൊരു വാർഡുകളിലോ അല്ലെങ്കിൽ ലോകസഭയാവട്ടെ നിയമസഭയാവട്ടെ ഇത്തരം ഇലക്ഷൻ വരുമ്പോൾ നല്ല വ്യക്തികൾക്ക് വേണം വോട്ട് നൽകാൻ. ഞാൻ നല്ലവനാണ്, എനിക്ക് നിങ്ങളുടെ എല്ലാം വോട്ട് വേണം എന്നല്ല അതിൻ്റെ അർത്ഥം. സഹജീവികൾക്ക് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ അതീതമായിട്ട് അവരെ സ്നേഹിക്കാനും കൂട്ടിപ്പിടിക്കാനും അവർക്ക് നമ്മളാലാവുന്ന സഹായം സഹകരണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ വ്യക്തികളെയും കണ്ടെത്തേണ്ടത്. അത് സമൂഹത്തിൽ നല്ല വ്യക്തികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, എല്ലാ മതത്തിലുമുണ്ട്, എല്ലാ രാഷ്ട്രീയത്തിലുമുണ്ട്, സ്വതന്ത്രമായിട്ടുമുണ്ട്. അപ്പോൾ ഞാനും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്തിനെന്നാൽ, എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും വേണ്ടി തന്നെയാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെയാണ്. സുരേഷ് ഗോപി ആരാണ്? തൃശ്ശൂർ പോലുള്ള ഒരു പൂരനഗരിയിൽ, ക്ഷേത്ര നഗരിയിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു വ്യക്തിയെ വേണം വിജയിപ്പിക്കാൻ. കാരണം ഇദ്ദേഹത്തിന് എനിക്ക് മുൻപരിചയവുമുണ്ട്. നിലമ്പൂർ ട്രസ്റ്റിൻ്റെ ആവശ്യാർത്ഥം വർഷങ്ങൾക്ക് മുമ്പേ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മോള് കുട്ടി ലക്ഷ്മി മരിക്കുന്നതിന് മുമ്പേ, ഒരിക്കൽ ഞാൻ സ്നേഹാലയത്തിൻ്റെ ആവശ്യാർത്ഥം തിരുവനന്തപുരത്ത് ജഗതി NK ആചാര്യ അല്ലെങ്കിൽ ആചാരി എന്ന ഒരു റോഡിൻ്റെ അടുത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. അന്ന് ഞാൻ പോയ സമയത്ത് ഇദ്ദേഹം ശബരിമലയിൽ പോയി തിരിച്ച് വന്ന് കയറിയിട്ടേ ഉള്ളൂ. അത് എൻ്റെ ഒരു പുസ്തക പ്രകാശനവുമായി ഞാൻ തിരുവനന്തപുരത്ത് പോയതാണ്. അന്ന് ബഹുമാനപ്പെട്ട ശ്രീ ആര്യടൻ മുഹമ്മദ്, അദ്ദേഹമാണ് നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ രക്ഷാധികാരിയായിരുന്നത്. അന്ന് ശ്രീ AK ആൻ്റണി ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവതാരിക മേടിക്കാനും കൂടിയാണ് ഉമ്മുക്കുലിസു എന്ന പുസ്തകത്തിൻ്റെ ആവശ്യാർത്ഥം പോയതാണ്. അങ്ങനെയാണ് ശ്രീ സുരേഷ് ഗോപി സാറിനെ കാണാൻ സാധിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നല്ല മനസ്സ് പറയാതിരിക്കാൻ വയ്യ. എന്നെക്കൊണ്ട് പാർട്ടി പറയിപ്പിച്ചൊന്നുമില്ല, ഞാൻ ഒരു പാർട്ടിയിലും അംഗമല്ല. സ്നേഹാലയമാണ്, നിലമ്പൂരാണ്, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ്, സ്ഥലം മേടിക്കണം, അത് ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം, കഴിയുന്ന സഹായം സാധിച്ചാൽ ചെയ്യണം എന്ന് പറയാനാണ് ഞാൻ പോയത്. 2,22,222 രൂപ ഈ വ്യക്തി എനിക്ക് തന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഖ്യയാണ്. പോട്ടെ, അദ്ദേഹം ഒരു 100 രൂപയാണ് എനിക്ക് തരുന്നതെങ്കിൽ അതും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തായാലും ഞങ്ങളുടെ ആ ഒരു ശ്രമത്തിന് ഗുണം ചെയ്തു. നിലമ്പൂർ കോവിലകത്തുമുറി നമ്മൾക്ക് 33 സെൻറ്റ് സ്ഥലം മേടിക്കാൻ ഈ പണത്തിൽ നിന്നും അതും നമ്മൾക്ക് ഉപകരിച്ചു. അപ്പോൾ ഞാൻ സുരേഷ് ഗോപിയെക്കുറിച്ച് പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, തൃശ്ശൂർ ജില്ലയിലെ അദ്ദേഹത്തിന് നല്ലൊരു തരംഗമാണിപ്പോൾ.
കാരണം മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരെ കണ്ടുമടുത്ത ജനതയാണ് തൃശ്ശൂർ എന്ന ആ മഹാക്ഷേത്ര നഗരി. അപ്പോൾ ഞാൻ അവിടെ റിസർച്ച് ചെയ്തപ്പോൾ ഗുരുവായൂർ എനിക്കൊരു ഷോപ്പുണ്ട്. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു ഷോപ്പ്. കൂടെ കൂടെ ഞാൻ ഗുരുവായൂർ പോകാറുണ്ട്, ഭഗവാനെ കാണാൻ പോകാറുണ്ട് സകുടുംബം. അപ്പോൾ ഞാൻ അവിടെയുള്ള ആളുകളോട്, ചാവക്കാടാവട്ടെ, ബ്ലാങ്ങാടി കടപ്പുറാവട്ടെ, അല്ലെങ്കിൽ തൃശ്ശൂരാവട്ടെ, ഗുരുവായൂരാവട്ടെ, ഇവിടെയൊക്കെ എനിക്ക് ആളുകളുണ്ട്, പരിചയക്കാരുണ്ട്, ചെറിയ ചെറിയ ബന്ധങ്ങൾ. അവരോടൊക്കെ അതിൽ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഫാദറുണ്ട്, അതുപോലെ ഉസ്താദുമാരുണ്ട്, സ്വാമിമാരുണ്ട്. സ്വാമി കാശി തീർത്ഥാനന്ദ ഗുരുവായൂർ, അദ്ദേഹം ഗുരുവായൂർ നാരായണാലയത്തിൻ്റെ തൊട്ട് ചാരിയാണ്, അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ആശ്രമമൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഒരു സിദ്ദിഖ് ഉസ്താദ്, അദ്ദേഹം ചാവക്കാട്ടുകാരനാണ്. ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു. എന്താണ് ഇവിടുത്തെ തരംഗം, അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ടോ, അദ്ദേഹം ജയിക്കാൻ പാടുമോ എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മാറ്റിവെക്കൂ. സുരേഷ് ഗോപി എന്ന ഒരു നല്ലൊരു മനുഷ്യനെയാണ് ആ നാട്ടുകാർ ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്നത് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് അദ്ദേഹം ഇത്രയും കാലം അഭിനയിച്ച് കിട്ടിയ ആ സമ്പാദ്യം അദ്ദേഹം കൂടുതലും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, അവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ ഒന്നുമില്ല. ആ കരുണ നമ്മൾ കണ്ട് കേട്ട് ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാൻ സിനിമാ ഫീൽഡിലുള്ള ആളുകളും എനിക്കറിയാം. ഞാൻ ചെന്നൈയിൽ ഞാൻ AVM സ്റ്റുഡിയോയിലായിരുന്നു കുറച്ച് നാൾ. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ ബിജു മേനോൻ അടക്കമുള്ള, സംയുക്ത വർമ്മ അടക്കമുള്ള, അല്ലെങ്കിൽ തൃശ്ശൂരിൽ താമസിക്കുന്ന ഒട്ടനവധി സിനിമാ ഫീൽഡിലെ കലാകാരന്മാരെയും ഒക്കെ ചെറിയ ചെറിയ എളിയ ബന്ധം പരിചയമൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവരൊക്കെ തന്നെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഇദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യാണ്. കാരണം അനീതിയും അക്രമവും ഒന്നുമില്ലാത്ത നല്ലൊരു പ്രവർത്തകനാണ്, എളിയൊരു ജനസേവകനാണ് സത്യത്തിൽ ശ്രീ സുരേഷ് ഗോപി എന്നത് നിസ്സംശയം നമുക്ക് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ രാജഗോപാൽ. അദ്ദേഹം BJP-കാരനാണ്. അദ്ദേഹം നിലമ്പൂർ വന്നപ്പോൾ ശ്രീ ഭരതൻ തമ്പുരാൻ്റെ ഒരു ജന്മദിനത്തോടനുബന്ധിച്ച് എൻ്റെ ഒരു പുസ്തകം, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നൊരു പുസ്തകം നിലമ്പൂർ OCK ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു. ഇദ്ദേഹം തന്നെ ഈ പറഞ്ഞ കേരളത്തിലെ എല്ലാ മതസ്ഥർക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും പ്രിയങ്കരനാണ് ശ്രീ രാജഗോപാൽ. അതുപോലെ തന്നെ മെട്രോമാൻ നമ്മുടെ ശ്രീധരൻ സാറ്, അദ്ദേഹത്തിനെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, ഇപ്പോൾ പാലക്കാട് കൽപ്പാത്തി ഗ്രാമത്തിലെ ആണ് എൻ്റെ അമ്മ വീട്, പുതുവാദ്യാർ മഠം. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ശ്രീധരൻ സാറുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായി നല്ല മനുഷ്യരാണ്. ഇത്തരം നല്ല മനുഷ്യരെ കണ്ടെത്തി അവരെ ജനപ്രതിനിധിയാക്കിയാൽ ഒരിക്കലും നഷ്ടം വരില്ല. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരവും ഏത് കൊടിയായിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര തെമ്മാടിത്തരം കാട്ടിയാലും ആ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ആ കൊടീൻ്റെ ആ ചിഹ്നത്തിൽ അല്ലെങ്കിൽ കൊടിയുടെ നിറത്തിലാണ് എല്ലാവരും വോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് വ്യക്തി എത്രമാത്രം തെമ്മാടിത്തരം ചെയ്തു പോയി, എന്തെല്ലാം രാത്രിയുടെ ഇരുട്ടിൻ്റെ രാജാക്കന്മാരാണെന്നോ ആരും നോക്കുന്നില്ല. അതാണ് ഇന്നത്തെ രാഷ്ട്രീയം. ഒരു രാഷ്ട്രീയക്കാരനെ, നല്ലൊരു രാഷ്ട്രീയക്കാരനെ നിങ്ങൾ പറയൂ. മുമ്പത്തെ പോലെയല്ല, മുമ്പൊക്കെ നല്ല നല്ല രാഷ്ട്രീയക്കാരായിരുന്നു, കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും BJP-യിലും ലീഗിലും. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയക്കാരെ നിങ്ങളൊന്ന് നോക്കൂ. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ നേതാവിനെ ആയിക്കോട്ടെ, ആരാണ് നല്ലവനാണോ? പണം, അഴിമതി, മദ്യം, സ്ത്രീ വിഷയത്തിൽ അഗ്രഗണ്യന്മാർ, ഇതാണ് ഏറെയും നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരുടെ അവസ്ഥ. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ വ്യക്തികളെ, ആളെ കണ്ടു വേണം വോട്ട് നൽകാൻ. ഇപ്പോൾ നമ്മുടെ സാബു ജേക്കബ് 2020-ൻ്റെ ഇയാളൊക്കെ എന്താ ചെയ്യുന്നത്? അയാളുടെ നാട്ടിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഒരുപാട് ആളുകൾക്ക് 25 ഉറുപ്പ്യക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ കൊടുക്കുക. അതുപോലത്തൊക്കെ എന്തിനാണ്? വോട്ട് കിട്ടാനല്ല, നന്മയുള്ള മനുഷ്യരാണ്. ഇങ്ങനെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ജനസേവനം നടത്താൻ കഴിയുന്ന
ആളുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക. എന്തായാലും തൃശ്ശൂര് ഈ പ്രാവശ്യം എല്ലാവരും അദ്ദേഹത്തിന് ശ്രീ സുരേഷ് ഗോപി സാറിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. കാരണം ഞാൻ വീണ്ടും പറയുന്നു, ഞാനൊരു BJP-കാരനല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനുമല്ല, ഞാനൊരു സ്വതന്ത്രനാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോകുന്ന ഒരു സാധാരണക്കാരനാണ്. ഓക്കെ, അപ്പോൾ ഈ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. ശ്രീ സുരേഷ് ഗോപിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അദ്ദേഹം നല്ല മനുഷ്യനാണ്. ഒരുപക്ഷെ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിനും ഒക്കെ വേറെ സ്ഥലങ്ങളുണ്ട് നല്ല നല്ല മനുഷ്യർ. അവിടെയും തന്നെ വ്യക്തികളെ കണ്ടേ വോട്ട് ചെയ്യുക. നല്ലവനാണെങ്കിൽ നമ്മുടെ ആദർശം നോക്കണ്ട. എൻ്റെ അച്ഛനും മുതുമുത്തച്ഛനും ഒക്കെ കോൺഗ്രസ് ആയിരുന്നു, കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, BJP ആയിരുന്നു നോക്കണ്ട. നല്ല വ്യക്തികൾ, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന നേതാക്കളാണെങ്കിൽ അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഗുണ്ടായുസവും അക്രമവും അഴിമതിയും വെട്ടും കുത്തും കൊലപാതകവും കള്ളും പെണ്ണും തക്കിട തരികിട ജാക്ക് പോട്ടൊക്കെ ഉള്ള ആളുകളെ അല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ജനങ്ങൾക്ക് പ്രിയങ്കരനാവണം. ജനങ്ങളെ വീട്ടിൽ പോയി അവരെ ഇടുകിച്ചേരണം. ആദിവാസി കോളനിയാണോ അല്ലാതെ മറ്റുള്ളവരെ അവിടെ അകറ്റി നിർത്തി ചർമ്മൻ തൊട്ട കലം പട്ടി തൊട്ട കലം പോലെ മറ്റുള്ളവരെ കാണുന്ന വെള്ളയിട്ടുള്ള പ്രമാണിമാരായ കുറേ തെണ്ടി പരിശകളുണ്ട് രാഷ്ട്രീയത്തിൽ. ഇവനല്ല ജനസമ്മതികൻ, ഇവനല്ല ജനനേതാവ്. ഇവനൊക്കെ അവൻ്റെ 10 പട്ടി പെറ്റ പോലെ കുറേ അണികളുണ്ടാകുമ്പോൾ അവനൊക്കെ ഇവരെ പോലുള്ള ആളുകളെ ജയിപ്പിച്ച് വിടുക. എന്ത് തെമ്മാടിത്തരം തോന്നിയാസം കാട്ടിയാലും ജയ് ജയ് എന്ന് വിളിക്കുന്ന അതൊന്നുമല്ല എലക്ഷൻ. അല്ലെങ്കിൽ അതല്ല, ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട പ്രജകൾക്ക് വേണ്ടി അവരെ സഹായിക്കുന്ന നല്ല മനുഷ്യരെ വോട്ട് ചെയ്ത് ഈ പ്രാവശ്യത്തെ ഇലക്ഷന് നിർത്തുക. എന്തായാലും ശ്രീ സുരേഷ് ഗോപിയോട് ആ സാറ്, കാരണം അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വാക്കും കൂടി പറയേണ്ടതുണ്ട്, ക്ഷമിക്കണം, പറയാൻ വിട്ടുപോയി. ഒരിക്കൽ നിലമ്പൂർ മണ്ഡലത്തിലുള്ള ഒരു വ്യക്തി, പേര് പറയുന്നില്ല, എയ്ഡ്സ് രോഗിയാണ് അവർ. ആ സ്ത്രീയെയും അവരുടെ കുടുംബത്തെയും കൂട്ടി ഞാൻ ഇതുപോലെ സുരേഷ് ഗോപി സാറിനെ കാണാൻ പോയി. സത്യത്തിൽ ഈ 37 ലക്ഷം രൂപ കടം വന്ന് ട്രസ്റ്റ് മൂക്കുകുത്തി ഏത് സമയം കേസും കൂട്ടും കൊണ്ടാൻ വേണ്ടി ചെക്ക് കേസൊക്കെ ആയിട്ട് നിൽക്കും എന്നുള്ള പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ പോയി കണ്ട് എന്നെ സഹായിക്കുമോ എന്തെങ്കിലും എന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്താണ് ഈ പാവപ്പെട്ട കുടുംബം നമ്മുടെ ഓഫീസിൽ വന്നത്. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ മാറ്റി വെച്ചിട്ട് ഞാൻ ഇവരുടെ പ്രശ്നം എടുത്ത് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തിനെ കണ്ടു, കയ്യും കാലും പിടിച്ച് എന്തായാലും ഇദ്ദേഹത്തിന് എത്തിപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു, സുരേഷ് ചേട്ടാ ഇങ്ങനെയാണ്. അപ്പോൾ എന്നെ അദ്ദേഹത്തിന് അറിയാം, ഞാൻ ചെറിയ കഥയും കവിതയൊക്കെ നോവലൊക്കെ എഴുതുന്ന ആളാണ്. 19 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒന്ന് രാഷ്ട്രപതി അബ്ദുൽ കലാം സാറാണ് ഡൽഹിയിൽ വെച്ച് പ്രകാശനം ചെയ്തത്. പിന്നെ സിനിമാ ഫീൽഡിലെ എല്ലാ ബന്ധങ്ങളിലും വെറുതെയെങ്കിലും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അതിങ്ങനെ പ്രചരിപ്പിക്കുന്ന, അതിൽ രസം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. എന്തായാലും അദ്ദേഹം 5,20,000 രൂപ ആ പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി ഭവന നിർമ്മാണത്തിന് തന്നു. അതെന്നോട് പറഞ്ഞെന്തറിയോ, ഒരു കാരണവശാലും ഇത് പുറത്തറിയണ്ട,